പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് നാം ചിന്തിക്കുന്ന വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം, നമ്മളുടെ ഈ ഭൂമിയിലുള്ള ജീവിതത്തിന് വളരെ അനുഗ്രഹമായി കർത്താവ് തന്നിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ ഈ ശരീരം. പ്രൈസ് ദി ലോർഡ്. ഈ ശരീരത്തെക്കുറിച്ച് പലർക്കും ഒരു മതിപ്പില്ല. പല ആളുകളും ചിന്തിക്കുന്നത് ഈ ശരീരം നല്ലതല്ല എന്നുള്ളതാണ്, ഈ ശരീരം മോശമാണ് എന്നുള്ളതാണ് പല ആളുകളും ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. എന്നാൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ദൈവമായ കർത്താവിൻ്റെ പദ്ധതി അനുസരിച്ച് ഈ ശരീരത്തിന് ഒരുപാട് വിലയുണ്ട്. ഈ ശരീരത്തിന് ഒരുപാട് സ്ഥാനം കർത്താവിൻ്റെ പദ്ധതിയിൽ കർത്താവ് കൊടുത്തിട്ടുണ്ട്. ഞാൻ വിശുദ്ധ ലിഖിതം വായിച്ചപ്പോൾ മനസ്സിലാക്കിയതനുസരിച്ച് ഈ ശരീരം സ്വർഗത്തിൽ പ്രവേശിക്കണമെന്നാണ് നമ്മുടെ കർത്താവ് ആഗ്രഹിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്കിപ്പോഴുള്ള ഈ ശരീരം സ്വർഗത്തിലേക്ക് ഉയർപ്പിക്കപ്പെടും എന്ന് നാം വിശ്വസിക്കുന്നുണ്ട്. നമ്മുടെ വിശ്വാസ വർഷത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. വിശ്വാസ വർഷത്തിലൂടെ കടന്നു പോകുന്ന വിശ്വാസികളോട് നമ്മുടെ ബെനഡിക്റ്റ് പാപ്പായിലൂടെ പരിശുദ്ധാത്മാവ് ആവശ്യപ്പെട്ടിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം, വിശ്വാസ പ്രമാണത്തിൻ്റെ ഓരോ ഘടകങ്ങളെക്കുറിച്ച് നന്നായിട്ട് പഠിക്കണം എന്ന് പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നുണ്ട്. വിശ്വാസ പ്രമാണത്തിൽ നമ്മൾ ഏറ്റുപറയുന്ന പ്രധാനപ്പെട്ട ഒരു വിശ്വാസ സത്യമാണ്, ശരീരങ്ങളുടെ ഉയർപ്പിലും ഞാൻ വിശ്വസിക്കുന്നു. ശരിയല്ലത്? നമ്മുടെ വിശ്വാസ പ്രമാണത്തിൽ നമ്മളത് ഏറ്റു പറയുന്നുണ്ട്. ഞാൻ നിങ്ങളോട് ചോദിക്കുക, സത്യമായി നിങ്ങളത് വിശ്വസിക്കുന്നുണ്ടോ? ഞാൻ പണ്ട് സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ശവസംസ്കാര കർമ്മത്തിന് വികാരിച്ചൻ്റെ കൂടെ ശുശ്രൂഷയായിട്ട് പോകും. ഒരുപാട് ശവശരീരങ്ങൾ മറവ് ചെയ്തിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഞാനന്ന് 8ാം ക്ലാസ്സിൽ 9ലും പഠിക്കുമ്പോൾ നന്നായിട്ട് പഠിക്കുന്ന കുട്ടിയാണ്. അപ്പോൾ എന്ത് കേട്ടാലും അതിൻ്റെ നാനാവശങ്ങൾ ചിന്തിക്കും. എനിക്ക് സയൻസും കണക്കാണ് ഏറ്റവും ഇഷ്ടം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ വികാരിച്ചമാർ ഈ ഫ്യൂണറൽ കർമ്മങ്ങൾ, ശവസംസ്കാര കർമ്മം അവസാനം കുഴി വെഞ്ചിരിക്കും. അങ്ങനെ കുഴി വെഞ്ചിരിക്കുന്ന സമയത്ത് വികാരിച്ചമാർ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ടെന്നറിയോ? അന്ത്യദിനത്തിലെ പുനരുദ്ധാനം വരെ കുടികൊള്ളുന്ന ഈ കബറിടം എന്നൊക്കെ പറഞ്ഞിട്ട് അതിനെ വെഞ്ചിരിക്കുകയാണ് കുഴി. അപ്പം ഞാൻ ഉള്ളിൽ ചിന്തിക്കും, ഈ വികാരത്തിനൊരു ബുദ്ധിയില്ല, ഇത് അന്ത്യദിനത്തിലെ പുനരുദ്ധാനം വരെ കൂടെ കുടികൊള്ളുമോ? നമ്മളിപ്പോൾ ഒരു ചാക്കോ, ഇവിടെ ഇല്ലാത്തൊരു പേര് പൊറിഞ്ചു ചേട്ടനായിക്കോട്ടെ, അങ്ങനെ ആ പൊറിഞ്ചുവിനെ നമ്മൾ അങ്ങനെ കുഴിയിലേക്ക് വെച്ച് കഴിയുമ്പോൾ നിങ്ങൾ സത്യം പറയണം, ഒരു മാസം കഴിയുമ്പോൾ പൊറിഞ്ചുവിൻ്റെ സ്ഥിതി എന്താവും? ആ ശരീരമെല്ലാം ചീഞ്ഞു പോകും. ശരിയല്ലേ? അടുത്ത് വല്ല വാഴയോ വല്ല മരങ്ങളൊക്കെ നിൽക്കണമെങ്കിൽ അതെല്ലാം അങ്ങോട്ട് കുറച്ച് കഴിയുമ്പോൾ വെറുതെ ഇങ്ങനെ വരണ്ട നിൽക്കുന്ന വാഴയായിരുന്നു അതുവരെ. പക്ഷെ പൊറിഞ്ചൂനെ അവിടെ കൊണ്ട് വെച്ച് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് വാഴയെല്ലാം അങ്ങോട്ട് നല്ല ഉഷാറായി. ആ വാഴ ഭയങ്കരമായിട്ട് അങ്ങനെ കൊലച്ചു, വലിയ കൊല. ഇപ്പം പൊറിഞ്ചു ആ വാഴക്കൊല വെട്ടി പഴിപ്പിച്ചപ്പോഴാണ് ഇതാ വികാരിച്ച വെഞ്ചിരിക്കാൻ വന്നു. ഉടനെ നിങ്ങളൊരു പടല ചെത്തി വികാരിച്ചിനെ കാപ്പിക്ക് വെച്ച് വികാരിച്ച് നോക്കി, ഇത്രയും വലിയ വാഴക്കൊലയ്ക്ക് എങ്ങനെ ഉണ്ടായി, വാഴക്കായ്ക്ക് എങ്ങനെ ഉണ്ടായി, നിങ്ങൾ എന്ത് വളമാണ് ഉപയോഗിക്കേണ്ടത്? ഉടനെ പറഞ്ഞു, അച്ഛാ രാസവളം ഇട്ടിട്ടില്ല, ജൈവവളം. പ്രൈസ് ദി ലോർഡ്. വികാരിച്ചത് കഴിച്ച് എന്തായി? ഇപ്പൊ പൊറിഞ്ചു എവിടെയായി? പ്രൈസ് ദി ലോർഡ്. ഇങ്ങനെ ഒരു 10,000 വർഷം മുമ്പ് മരിച്ച ഒരാളിപ്പോൾ എവിടെ കിടക്കണം നിങ്ങൾ പറ? ചിന്തിച്ചു നോക്കിയേ. ഞാൻ 8ാം ക്ലാസ്സിൽ വെച്ച് ചിന്തിച്ചത്. എന്നിട്ട് പറഞ്ഞ ഈ വികാരിച്ചിന് വല്ലതും മനസ്സിലാക്കുന്നുണ്ടോ? വികാരിച്ചൻ പറയണത് അന്ത്യദിനത്തിലെ പുനരുദ്ധാനത്തിൽ ഈ ശരീരം ഉയർത്തെഴുന്നേൽക്കുന്നു. ഞാൻ ചിന്തിച്ചു, അങ്ങനെയൊന്നും ഉയർത്തെഴുന്നേൽക്കൊന്നുമില്ല. ഇതൊരു മാസം കഴിയുമ്പോൾ ചീഞ്ഞു പോകും, കുറേ കഴിയുമ്പോൾ എൻ്റെ അസ്ഥിയും പൊടിഞ്ഞു പോകും. ഒരു 1000 വർഷം കഴിഞ്ഞാൽ വല്ലതും തരി ഉണ്ടാവുമോ നിങ്ങൾ പറ? പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, എനിക്ക് ചിന്തിച്ചിട്ടും മനസ്സിലാക്കാൻ പറ്റാത്തൊരു കാര്യമാണ്, നമ്മുടെ ഈ ശരീരം ഉയർത്തെഴുന്നേൽക്കുമോ? അപ്പോഴാണ് ഈ ഒരു പുസ്തകം എനിക്ക് കിട്ടി. ഒരു ചേട്ടത്തി വാങ്ങി തന്നതാണ്. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം.
ഈ ചേട്ടത്തി ഈ പുസ്തകം പറഞ്ഞ് അച്ഛനത് കയ്യിൽ വെച്ച് ഉപകാരപ്പെടും എന്ന് പറഞ്ഞിട്ട് ഒരെണ്ണം തന്നിട്ട് ഒരു ഗിഫ്റ്റ്. പ്രിയപ്പെട്ട സഹോദരി, എനിക്കാണെങ്കിൽ വലിയ തത്വങ്ങൾ പഠിക്കാൻ ഒട്ടും ഇഷ്ടമില്ലാത്ത ആളാണ്. എങ്കിലും അതവിടെ വെച്ചിട്ട് കുറേ കാലം കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഈ പ്രശ്നം കൊടുമ്പിരി കൊണ്ടപ്പോൾ ഞാനിങ്ങനെ എടുത്ത് ചിന്തിച്ചു, ശരിക്കും സഭ ഇതിനെക്കുറിച്ച് വല്ലതും പഠിപ്പിക്കുന്നുണ്ടോ? എൻ്റെ അന്ന് വരെയുള്ള എൻ്റെ ധാരണ, മരിച്ചു കഴിഞ്ഞാൽ ആത്മാവ് ജീവിക്കും, ശരീരം ചീഞ്ഞു പോകും, പൊടിയിലേക്ക് പോകും. ഇതായിരുന്നു എൻ്റെ ധാരണ. എന്നാൽ നമ്മുടെ അമ്മയായ തിരുസഭ, സഭയുടെ ഒഫീഷ്യൽ ടീച്ചിങ്സിൽ, ഔദ്യോഗിക പ്രബോധനത്തിൽ സഭ പഠിപ്പിക്കുകയാണ്, ശരീരത്തിൻ്റെ ഉയർപ്പ് എന്നതിന് മരണശേഷം അമർത്യമായ ആത്മാവ് ജീവിക്കുമെന്ന് മാത്രമല്ല, നമ്മുടെ മർത്യമായ ശരീരം പോലും ജീവനിലേക്ക് വരും എന്നുകൂടി ഇതിന് അർത്ഥമുണ്ട്. ഞാൻ വളരെ ചിന്തിച്ച് വിഷമിച്ച്, ദൈവമേ ഇതൊക്കെ എങ്ങനെ നടക്കും? അപ്പോഴാണ് 997 ഖണ്ഡിക, എന്താണ് ഉയർത്തെഴുന്നേൽക്കൽ? മരണത്തിൽ ശരീരത്തിൽ നിന്നുള്ള ആത്മാവിൻ്റെ വേർപാടിൽ മനുഷ്യ ശരീരം ജീർണിക്കുന്നു. ആത്മാവ് ദൈവത്തെ കണ്ടുമുട്ടാനായി യാത്രയാവുന്നു. അത് ഞാൻ പറഞ്ഞു, അത് അങ്ങനെ തന്നെയാണ്. ശരീരത്തിൽ ആത്മാവും ശരീരം, മരണത്തിൻ്റെ സമയത്ത് ആത്മാവും ശരീരവും തമ്മിൽ വേർപെടും. എന്നിട്ട് ആത്മാവ് ദൈവത്തെ കണ്ടുമുട്ടാൻ വേണ്ടി സ്വർഗത്തിലേക്ക് പോകും. ശരീരം ജീർണിച്ചു പോകും, ഭൂമി കടന്ന് ജീർണിക്കും. ഇതാണ് സഭ പറഞ്ഞ ആദ്യത്തെ പ്രബോധനം. ഞാൻ പറഞ്ഞു ശരിയാണ്, അത് ശരിയാണ്. അടുത്ത പ്രബോധനം, അതേസമയം മഹത്തീകൃത ശരീരവുമായുള്ള പുനരൈക്യത്തിനായി അത് കാത്തിരിക്കുകയും ചെയ്യുന്നു. ഈ ആത്മാവ് സ്വർഗത്തിൽ ചെന്നിട്ട് പിതാവിൻ്റെ അടുത്ത് ഇരിക്കുമ്പോഴും ഈ ആത്മാവ് സ്വർഗത്തിൽ ചെന്നിട്ട് കാത്തിരിക്കുകയാണ്. എന്താണ് കാത്തിരിക്കുന്നത്? ഈ ഭൂമിയിലേക്ക് വെച്ചിരിക്കുന്ന ആ ശരീരം ഇന്നല്ലെങ്കിൽ നാളെ സ്വർഗത്തിലേക്ക് വരും. എന്നിട്ട് അവിടെ രണ്ടുപേർക്കും കൂടെ ഒരുമിച്ച് ഒരു ജീവിതവും കൂടെ പ്രതീക്ഷിക്കുകയാണ്. മരണസമയത്ത് ആത്മാവ് വേർപെട്ട് സ്വർഗത്തിലേക്ക് പോകുന്നു, ശരീരം ഭൂമിയിലേക്ക് പോകുന്നു. ഭൂമിയിലേക്ക് വന്ന ശരീരം ജീർണിക്കുന്നു. എന്നാൽ സ്വർഗത്തിലേക്ക് വന്ന ആത്മാവ് ഈ ഭൂമിയിലേക്ക് വെച്ച ശരീരം ഇന്നല്ലെങ്കിൽ നാളെ സ്വർഗത്തിലേക്ക് വരുമെന്ന് പ്രതീക്ഷിച്ച് അവിടെ ഈ ശരീരവുമായുള്ള പുനഃസമാഗമത്തിനായി അത് കാത്തിരിക്കുന്നു. സ്വർഗത്തിൽ പോയിട്ട് അത്രയ്ക്കും വിലയുണ്ട് ഈ ശരീരത്തിന്. സ്വർഗത്തിലേക്ക് ഈ ശരീരം എത്തിച്ചേരും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് മനസ്സിലാക്കാൻ വല്ല വഴിയുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ കർത്താവ് പറഞ്ഞു, മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഒരു വചനഭാഗം എഴുതപ്പെട്ടിട്ടുണ്ട്. അതാണ് എസെക്കിയേൽ പ്രവചനത്തിൽ 37 അധ്യായം 1 മുതൽ 10 വരെയുള്ള തിരുലിഖിതങ്ങൾ. എസെക്കിയേൽ എന്ന് പറയുന്ന പ്രവാചകൻ ഒരു സ്ഥലത്ത് പ്രാർത്ഥിക്കുകയോ എന്തോ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ദൈവം വന്ന് ഈ പ്രവാചകനെ എടുത്ത് ഒരു വിശാലമായ താഴ്വരയിലേക്ക് കൊണ്ടുപോയി. അതാണ് 1-ാമത്തെ വാക്യം. വായിക്കാം. കർത്താവിൻ്റെ കരം എൻ്റെ മേൽ വന്നു, അവിടുന്ന് തൻ്റെ ആത്മാവിനാൽ എന്നെ നയിച്ച് അസ്ഥികൾ നിറഞ്ഞ ഒരു താഴ്വരയിൽ കൊണ്ടുവന്ന് നിർത്തി. അവിടുന്ന് എന്നെ അവയുടെ ചുറ്റും നടത്തി, അവ വളരെയേറെ ഉണ്ടായിരുന്നു. പ്രവാചകൻ പറയാണ്, അസ്ഥികൾ നിറഞ്ഞു കിടന്നിരുന്ന ഒരു താഴ്വരയിലേക്ക് ദൈവം പ്രവാചകനെ കൊണ്ടുവന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ദൈവം പ്രവാചകനെ ഒരു വിശാലമായ ഭൂപ്രദേശത്തേക്ക് കൊണ്ടുവന്നു. ആ ഭൂപ്രദേശത്തിൻ്റെ പ്രത്യേകത എന്താണ്? വചനം പഠിപ്പിക്കുകയാണ്, അസ്ഥികൾ നിറഞ്ഞു കിടക്കുന്ന താഴ്വര. അസ്ഥികൾ ചെതറി കിടക്കുന്ന താഴ്വരയല്ല, അസ്ഥികൾ കുറേ കിടന്നിരുന്ന താഴ്വരയല്ല, അസ്ഥികൾ നിറഞ്ഞു കിടന്നിരുന്ന താഴ്വര. അതിൻ്റെ അർത്ഥം എന്താ? ഒരുപാട് പേരുടെ എണ്ണിയാ തീരാത്തത്ര ആളുകളുടെ അസ്ഥികൾ അവിടെ കിടപ്പുണ്ട്. എന്നിട്ട് ദൈവം ഈ പ്രവാചകനെ ആ താഴ്വരയുടെ ചുറ്റിനും ഒന്ന് നടത്തിച്ച്. അങ്ങനെ നടത്തി കഴിഞ്ഞപ്പോൾ പ്രവാചകൻ ആ താഴ്വരയെക്കുറിച്ച് നമുക്ക് റിപ്പോർട്ട് വരുന്നുണ്ട്. അവിടെ വളരെയേറെ അസ്ഥികളുണ്ടായിരുന്നു. അവ ഉണങ്ങി വരണ്ട് ദ്രവിച്ച് കിടക്കുകയാണ്. ഇന്നലെ മിനിങ്ങാന്ന് മരിച്ചവരാണോ?
500 വർഷം മരിച്ചവരും 1000 വർഷം മരിച്ചവരും 200 വർഷം മരിച്ചവരും 100 വർഷം മുമ്പ് മരിച്ചു പോയവരും 50 വർഷം മുമ്പ് മരിച്ചവരും, അങ്ങനെ ഒരുപാട് കാലങ്ങൾക്ക് മുമ്പ് മരിച്ചു പോയി അങ്ങനെ ദ്രവിച്ച് ചെതുക്കിച്ച് കിടക്കുന്ന അസ്ഥികൾ, ഉണങ്ങി വരണ്ട് കിടക്കുന്ന ഒരു താഴ്വര. ആ അസ്ഥികൾ, ഓരോരുത്തരും അസ്ഥികൾ ഓരോ പാക്കറ്റായിട്ട് വെച്ച് അടുക്കിയടിക്ക് വെച്ചിരിക്കുകയാണോ? മറിയാമ്മയുടെ തന്നെ അസ്ഥികൾ ഒരു കൂട്ടം, ചാക്കോ ചേട്ടൻ്റെ അസ്ഥി വേറെ ഒരെണ്ണം. ഇതിങ്ങനെ കിടക്കണം. ഒരെണ്ണം തലയോട്ടിയത് അവിടെ കിടക്കണോ, ഇത് പല്ല് ഇവിടെ കിടക്കണോ, ഓരോന്നിന് എവിടേക്ക് കിടക്കണമെന്ന് ആർക്കറിയാം? അടുക്കിയടിക്കിരിക്കുകയാണോ? മറിയാമ്മയുടെ കാല് ഇവിടെ ആണെങ്കിൽ തല കിടക്കണം വേറെ വല്ലതും എടുത്തായിരിക്കും. പല്ലെല്ലാം കൂടെ കൂടി ഒഴുകി പോയിട്ടുണ്ടാവും വെള്ളത്തിൽ. പ്രൈസ് ദി ലോർഡ്. കാരണം എന്താ? മരിച്ചു കഴിഞ്ഞാൽ പിന്നെ അങ്ങനെയാ. ഹല്ലേലൂയ. എവിടെയാ? ഒരെണ്ണം കുറേ കരടി കടിച്ചുകൊണ്ട് പോയി, കുറേ പട്ടി കടിച്ചുകൊണ്ട് പോയി, കുറേ കാക്ക കൊത്തിക്കൊണ്ട് പോയി, കുറേ പുഴു വരിച്ചു പോയി, കുറേ ദ്രവിച്ചു പോയി, കുറേ കാറ്റത്ത് പറപ്പിച്ചുകൊണ്ട് പോയി. അതിന് ചേട്ടൻ ബാക്കി ഒട്ടും എന്ത് വന്നാലും ദ്രവിക്കാത്ത ചിലതുണ്ട്, അത് മാത്രമാണ് അവിടെ കിടക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അവർക്ക് പറഞ്ഞ ഹല്ലേലൂയ. ശരിയല്ലേ അത്? അതാണ് നമ്മുടെ സ്ഥിതി. എല്ലാവരുടെയും സ്ഥിതി അത് തന്നെ, പ്രിയപ്പെട്ട സഹോദരൻ. അപ്പോൾ അതുകൊണ്ട് എല്ലാം ഉണ്ടെന്ന് വിചാരിക്കരുത്. എല്ലാം പൊട്ടും പൊടിയൊക്കെ ഉള്ളൂ അവിടെ കിടപ്പണത്. അങ്ങനെ അസ്ഥികൾ ഇങ്ങനെ കിടക്കുകയാണ്. എന്നിട്ട് പ്രവാചകനെ ചുറ്റും നടത്തിച്ചിട്ട് ദൈവം പ്രവാചകനൊരു ചോദ്യം: പ്രവാചക, ഈ അസ്ഥികൾക്ക് ജീവിക്കാനാവുമോ? പ്രവാചകൻ പറഞ്ഞു: കർത്താവേ, അങ്ങേക്ക് അറിയാമല്ലോ. കർത്താവ് പറഞ്ഞു: ഞാൻ പറയുന്ന വചനങ്ങൾ ഈ അസ്ഥികളോട് പ്രവചിക്കുക. വരണ്ട അസ്ഥികളെ, കർത്താവിൻ്റെ വചനം ശ്രവിക്കുവിൻ എന്ന് അവയോട് നീ പറയുക. ദൈവമായ കർത്താവ് ഈ അസ്ഥികളോട് അരുളി ചെയ്യുന്നു: ഇതാ, ഞാൻ നിങ്ങളിൽ പ്രാണൻ നിവേശിപ്പിക്കും, നിങ്ങൾ ജീവിക്കും. ഞാൻ നിങ്ങളുടെ മേൽ ഞരമ്പുകൾ വെച്ച് പിടിപ്പിക്കുകയും മാംസം വളർത്തുകയും ചർമ്മം പൊതിയുകയും നിങ്ങളിൽ പ്രാണൻ നിവേശിപ്പിക്കുകയും ചെയ്യും. നിങ്ങൾ ജീവൻ പ്രാപിക്കും. ഞാനാണ് കർത്താവ് എന്ന് അപ്പോൾ നിങ്ങൾ അറിയും. ഇത്രയും കാര്യം പ്രവചിക്കാൻ പ്രവാചകനോട് പറഞ്ഞു. പ്രവാചകൻ യാതൊരു കൂസലും കൂടാതെ ഈ അസ്ഥികളോട് പറഞ്ഞു: വരണ്ട അസ്ഥികളെ, കർത്താവിൻ്റെ വചനം കേൾക്കുവിൻ. ഇതാ, കർത്താവ് അരുളി ചെയ്യുന്നു, ഞാൻ നിങ്ങളിൽ പ്രാണൻ നിവേശിപ്പിക്കും. ഇങ്ങനെ കർത്താവ് പറഞ്ഞ എല്ലാ വചനവും ഈ വരണ്ട അസ്ഥികളോട് അങ്ങോട്ട് പ്രഖ്യാപിച്ച് തീർന്നതും, പ്രിയപ്പെട്ട സഹോദരൻ, അന്തരീക്ഷം ആകെ മാറി. പ്രവാചകൻ നോക്കുമ്പോൾ ആ താഴ്വരെ കിടന്ന അസ്ഥികളെല്ലാം പരക്കം പാഞ്ഞ് ഓട്ടം ആരംഭിച്ച്, തലയോട്ടികളെല്ലാം പറന്ന്, ഈ തലയോട്ടികൾ പറന്നിങ്ങനെ വരണ സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ട് കൂട്ടിയിടിച്ച് ഭയങ്കര സ്വരം, കാലിൻ്റെ അസ്ഥികൾ പറക്കുക, ഇതെല്ലാം ഭയങ്കര ബഹളത്തിലായി. ഒരൊറ്റ അസ്ഥിക്ക് സ്വസ്ഥതയില്ല. എന്താ പ്രശ്നം എന്നറിയോ? ചേരുമ്പടി ചേരാൻ വേണ്ടി ഓടുകയാണ്. മറിയാമ്മയുടെ അസ്ഥിയിൽ ചാക്കോച്ചൻ്റെ അസ്ഥി പോയിരിക്കാൻ പാടുണ്ടോ? പാടില്ല. മറിയാമ്മയുടെ കാല്, മറിയാമ്മയുടെ തല എവിടെയാന്ന് നോക്കി ഓടുകയാണ്. മറിയാമ്മയുടെ പല്ലുകളെല്ലാം കൂടെ ഓടി ഇങ്ങനെ. പ്രിയപ്പെട്ട സഹോദരൻ, ഓരോരുത്തരും പണ്ട് ഞാൻ ചെറുപ്പത്തിൽ സ്കൂളിൽ പഠിച്ചപ്പോൾ വിസിലടിക്കും, കസേര കളിക്ക് ഓട്ടം തുടങ്ങും. അങ്ങനത്തെ ഒരു കളി ഉണ്ടായിരുന്നു പണ്ട്. ഇപ്പം വല്ല കളിയുള്ളതെന്ന് ആർക്കറിയാം. പ്രിയപ്പെട്ട അതേമാതിരി ഈ അസ്ഥികളോട് ഇതങ്ങോട്ട് പ്രവചിച്ച് തീർന്നതും ഈ അസ്ഥികളെ തേടി ഓട്ടം ആരംഭിച്ചു. കാരണം ചേരുമ്പടി അതിൻ്റെ ഓണറിൻ്റെ അടുത്ത് പോയി നിൽക്കണം. വിരലുകളെല്ലാം കൂടെ പല ഭാഗത്ത് നിന്ന് പറന്ന് നടക്കുകയാണ്. എൻ്റെ ബാക്കി കാലെവിടെ നിന്ന് വെച്ച് കയ്യും എല്ലാം. അങ്ങനെ ഭയങ്കരമായൊരു വ്യത്യാസം അസ്ഥികളുടെ താഴ്വരയുണ്ടായി. ഇതിനിടയ്ക്ക് അസ്ഥികൾ റൂട്ടിൽ ഇങ്ങനെ ക്യൂ ആയിട്ടല്ല ഓടണത്, പരക്കമഞ്ഞ് ഓടുന്നതിനിടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടിമുട്ടി ആ താഴ്വരയിൽ ഒരു പ്രത്യേക സ്വരം നിറഞ്ഞു. ആ സ്വരം എന്താണെന്ന് വിവരിക്കാൻ പ്രവാചകൻ പാടുപെട്ട്. പ്രവാചകൻ ചിന്തിച്ചു, ഇടിമുഴക്കത്തിൻ്റെ സ്വരം പോലെയാണോ? നോ, ഒരിക്കലും അല്ല. അതുകൊണ്ട് അങ്ങനെ പറയാൻ പാടില്ല. പിന്നെ ചിന്തിച്ചു, മരങ്ങൾ തമ്മിൽ കൂട്ടി പറയുന്ന സ്വരമാണോ? നോ, അങ്ങനെയല്ല, അതും പറയാൻ പാടില്ല. പ്രവാചകൻ നോക്കിയിട്ട് അതേപോലെയുള്ളൊരു സ്വരം ഇതുവരെ മുമ്പ് കേട്ടിട്ടില്ല. അതുകൊണ്ട് പ്രവാചകൻ ഇങ്ങനെ പറഞ്ഞു: ഒരു കിരികിരാ സ്വരം ഉണ്ടായെന്ന് പറഞ്ഞു. താഴ്വരയിൽ സ്വരം കൊണ്ടങ്ങോട്ട് നിറഞ്ഞ് ശബ്ദമുഖരിതമായി താഴ്വര. അസ്ഥിയോട് കൂട്ടിയിരിക്കുന്ന സ്വരമാണ്. ഹല്ലേലൂയ. കുറേ കഴിഞ്ഞ് പ്രവാചകൻ നോക്കുമ്പോൾ എല്ലാം ശാന്തമായി, സ്വരം നിലച്ചു. നോക്കുമ്പം അസ്ഥികൂടങ്ങളെല്ലാം എഴുന്നേറ്റ് നിൽക്കാൻ തുടങ്ങി. 32 പല്ലുമായിട്ട് തലവട്ടിങ്ങനെ മുകളിൽ നിൽക്കുക, നട്ടലിങ്ങനെ നിൽക്കണം. ആരാം പാല്, തൊടയുടെ അസ്ഥി, കാലിൻ്റെ അസ്ഥി, വിരലുകൾ ഇതിങ്ങനെ നിൽക്കുകയാണ്. നിങ്ങൾ ചിന്തിച്ച് നോക്കിയാൽ 10,000 കണക്കിന് അസ്ഥികൂടങ്ങൾ എഴുന്നേറ്റ് ഹി എന്ന് പറഞ്ഞിങ്ങനെ നിൽക്കുക. എന്തോ ഒരു വികൃതമായിരിക്കാം താഴ്വര. ഇന്ന് നിങ്ങൾക്ക് വൈകൃതം തോന്നട്ടെ, മുകളിച്ചിരി തൊലിയും ഇച്ചിരി മാംസവും ഇച്ചിരി കളറൊക്കെ ഉള്ളതുകൊണ്ടാണ്. ഈ 10,000 കണക്കിന് അസ്ഥികൂടങ്ങളുടെ നടുവിൽ
ജീവനോടെ ഒരെണ്ണം മാത്രം, പ്രവാചകൻ മാത്രം ജീവനോടെ, ബാക്കി എല്ലാ അസ്ഥികൂടങ്ങളും എഴുന്നേറ്റ്. ആ പ്രവാചകന്റെ ചങ്കിടിപ്പ് എന്തായിരിക്കും? പ്രൈസ് ദി ലോർഡ്. കുറെ കഴിഞ്ഞ് പ്രവാചകൻ നോക്കുമ്പം ഇതിന്റെ മുകളിൽ കൂടെ മാംസം എല്ലാം കൂടെ വന്നിരിക്കുന്നു, ഞരമ്പുകളെല്ലാം വന്ന് നിറയുന്നു, തൊലി വന്ന് മൂടുന്നു, കൺപോള, തലമുടി, പീലി, സ്പീഡിൽ പെയിന്റിങ് നടന്നുകൊണ്ടിരിക്കുന്നു. കറുത്ത ആൾക്ക് കറുത്ത കളർ, വെളുത്ത ആൾക്ക് വെളുത്ത കളർ. പ്രൈസ് ദി ലോർഡ്. കുറെ കഴിയുമ്പം കുറെ ഡെഡ് ബോഡികൾ ഇങ്ങനെ നിൽക്കാൻ തുടങ്ങി. നമ്മൾ പണ്ട് ശവപ്പെട്ടി വെച്ച സംഗതിയില്ലേ, അത് എഴുന്നേറ്റ് ഇങ്ങനെ എന്താ സ്ഥിതി? അതേമാതിരി 10,000 എണ്ണ എഴുന്നേറ്റ് ഇങ്ങനെ നിൽക്കുക. പ്രൈസ് ദി ലോർഡ്. ഉടനെ ദൈവം ചോദിച്ചു, പ്രവാചക, ഇവറ്റകൾക്ക് ജീവിക്കാനാവുമോ? പ്രവാചകൻ പറഞ്ഞു, ദൈവമേ എന്താച്ച വേഗം പറ, പേടിയായിട്ട് പാടില്ല. ദൈവം പറഞ്ഞു, 4 വായുക്കളിൽ നിന്ന് ജീവശ്വാസത്തോട് ഈ നിഹതന്മാരുടെ മേൽ വീശുക എന്ന് പറയാൻ പറഞ്ഞു. പ്രവാചകൻ ദൈവം പറഞ്ഞതുപോലെ തന്നെ പറഞ്ഞു, ജീവശ്വാസമേ 4 വായുക്കളിൽ നിന്ന് വന്ന് ഈ നിഹതന്മാരുടെ മേൽ വീശുക. ക്ഷണനേരം കൊണ്ട് ദൈവത്തിൻ്റെ ആത്മാവ് പ്രവേശിച്ച് ഈ പ്രേതങ്ങളെല്ലാം, ഈ ഡെഡ് ബോഡികളെല്ലാം കൂടി പതുക്കെ അനങ്ങാൻ തുടങ്ങി. അതിൻ്റെ കണ്ണുകളൊക്കെ ചലിക്കാൻ തുടങ്ങി, മുഖത്തൊക്കെ പുഞ്ചിരി വിടരാൻ തുടങ്ങി, കഴുത്തൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും അനക്കാൻ തുടങ്ങി. പതുക്കെ ആളുകളൊക്കെ ശരീരം തണുത്ത് മറിച്ച് ശരീരമൊക്കെ ചൂടായി തുടങ്ങി. അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി, മറിയാമേ നീ എന്നെ ഇവിടെ നിൽക്കണേ? ചാക്കോച്ചേട്ടൻ ചോദിക്കുക. ഉടനെ എന്ത് ചെയ്യുന്നറിയാവോ? ഇതെല്ലാം കൂടി പരിചയപ്പെട്ടു ആവാമായി അവിടെ താഴ്വരെ പിന്നെ പറയണ്ടല്ലോ, 10 മലയാളികൾ അല്ല 10 ആളുകൾ കൂടി സംസാരമായി പരിചയമായി. ഉടനെ 2 പോയി ചായക്കട വെച്ച് ബോണ്ടയൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങി. അപ്പോഴത്തേനും 3-4 പേര് പോയിട്ട് വേറെ പരിപാടി, തുണിക്കടയൊക്കെ തുടങ്ങി. കാരണം ഒറ്റയൊന്നും തുണിയില്ല, ആദത്തിൻ്റെ കാലത്തോട്ടെല്ലാം ഉണ്ട്. എന്തായാലും അവിടെ വെച്ച് നിർത്തിയിരിക്കുകയാണ്. ജീവശ്വാസം വന്നു. ഈ ജീവശ്വാസം വന്ന് കയറി കഴിഞ്ഞപ്പോൾ അതുങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ട് അനങ്ങി ഒരു മഹാസൈന്യം പോലെ അത് ചലിക്കാൻ തുടങ്ങി. 1, 2, 100, 500, 1000 ഒന്നും അല്ല, 10,000 ഒരു മഹാസൈന്യം പോലെ അത് ചലിക്കാൻ തുടങ്ങി. ഇവരുടെ ആദ്യത്തെ സ്ഥിതി എന്തായിരുന്നു? വരണ്ട് കിടക്കുന്ന അസ്ഥികൾ, 500-1000 വർഷം ദ്രവിച്ച് ചെതുക്കിച്ച് അസ്ഥി കഷ്ണം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പം എന്തായി? ദൈവം പറഞ്ഞിട്ടാണോ? ദൈവം പറഞ്ഞ വാക്കുകൾ ഒരു പ്രവാചകൻ പറഞ്ഞപ്പോൾ ഇതുങ്ങളെല്ലാം കൂടി ഇതുപോലെയായി. അപ്പോൾ ഈ ഒരു ഭാഗം ദൈവം വെളിപ്പെടുത്തിയിട്ട് ദൈവം ചോദിക്കുകയാണ്, ഒരു പ്രവാചകൻ ദൈവം പറഞ്ഞപ്പോൾ ഇങ്ങനെ സംഭവിച്ചെങ്കിൽ ജീവിക്കുന്ന ദൈവം നേരിട്ട് പറഞ്ഞാൽ ഇത് സംഭവിക്കാതിരിക്കുമോ? ബൈബിളിൽ ഉത്തരം തന്നിരിക്കുകയാണ്, ദൈവം നേരിട്ട് പറയും. കല്ലറയിൽ കിടക്കുന്നവരോടും കടലിൽ കിടക്കുന്നവരോടും ആകാശത്ത് കിടക്കുന്നവരോടും സകല സ്ഥലത്തുമായി മരിച്ചു കിടക്കുന്ന സകല മരിച്ചവരോടും ദൈവം പറയും, ഇതുപോലെ പറയും. അതെവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്? വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം 28-ഉം 29-ഉം തിരുലിഖിതങ്ങൾ. ഇതിൽ നിങ്ങൾ വിസ്മയിക്കണ്ട, എന്തെന്നാൽ കല്ലറകളിലുള്ളവരെല്ലാം അവൻ്റെ സ്വരം ശ്രവിക്കുന്ന സമയം ഇതാ വരുന്നു. അപ്പോൾ നന്മ ചെയ്തവർ ജീവന്റെ ഉയർപ്പിനായും തിന്മ ചെയ്തവർ ശിക്ഷാവിധിയുടെ ഉയർപ്പിനായും പുറത്തു വരും. ഇതിൽ നിങ്ങൾ വിസ്മയിക്കണ്ട, എന്തെന്നാൽ കല്ലറകളിൽ ഉള്ളവരെല്ലാവരും അവൻ്റെ സ്വരം ശ്രവിക്കുന്ന സമയം ഇതാ വരുന്നു. അപ്പോൾ നന്മ ചെയ്തവർ ജീവന്റെ ഉയർപ്പിനായും തിന്മ ചെയ്തവർ ശിക്ഷാവിധിയുടെ ഉയർപ്പിനായും പുറത്തു വരും. ഹല്ലേലൂയ. അപ്പോൾ ദൈവത്തിൻ്റെ പുത്രനായ യേശു സംശയരഹിതമായി ഡെഫിനിറ്റായി പഠിപ്പിക്കുകയാണ്, എല്ലാവരും ദൈവപുത്രൻ്റെ സ്വരം കേൾക്കും, എല്ലാവർക്കും ഉയർപ്പുണ്ടാവും. മരിച്ച സകല ആളുകളോടും പുറത്തു വരാൻ ദൈവം കൽപ്പിക്കും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ശരീരങ്ങളുടെ ഉയർപ്പ് നടക്കുന്നത് ദൈവപുത്രനായ യേശു പറയുന്ന സമയത്താണ്. വീണ്ടും തെസ്സലോനിക്കക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ ഇതിനെക്കുറിച്ച് നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്? 4-ാം അധ്യായം അതിൽ 16-ാമത്തെ തിരുലിഖിതം. എന്തെന്നാൽ അധികാരപൂർണമായ ആജ്ഞാവചനം കേൾക്കുകയും
പ്രധാന ദൂതന്റെ ശബ്ദം ഉയരുകയും ദൈവത്തിന്റെ കാഹളധ്വനി മുഴങ്ങുകയും ചെയ്യുമ്പോൾ കർത്താവ് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരണമടഞ്ഞവർ ആദ്യം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. തെസ്സലോനിക്കക്കാർ എഴുതിയ 1-ാം ലേഖനത്തിൽ 4-ാം അധ്യായത്തിൽ 16-ാം വാക്യത്തിൽ പഠിപ്പിക്കുകയാണ്. യേശുക്രിസ്തു പറയുന്നത് എങ്ങനെയാ? അധികാരപൂർണമായ ആജ്ഞാവചനം മുഴങ്ങും, പ്രധാന ദൂതന ശബ്ദമുയരും, ദൈവത്തിന്റെ കാഹളധ്വനികൾ മുഴങ്ങും. അപ്പോൾ ദൈവപുത്രനായ യേശു മരിച്ചവരോട് ഭൂമിയിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കാൻ പറയും. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ഭൂമിയിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കാൻ പറയുമ്പോൾ ഈ ഭൂമിയിലുള്ളവരെ വിട്ടുകൊടുക്കും, സമുദ്രം സമുദ്രത്തിലുള്ളവർ വിട്ടുകൊടുക്കും, ആകാശം ആകാശത്തുള്ളവർ വിട്ടുകൊടുക്കും. ഈ ബഹിരാകാശത്ത് പോയവർ ചിലർക്ക് പൊടിയായി ബഹിരാകാശത്ത് കിടപ്പുണ്ട്. പ്രൈസ് ദി ലോർഡ്. ആ ഭൂമിയിലേക്ക് എത്തിയിട്ടില്ല എന്ന് കൃത്യം ഉറപ്പില്ല. കുറേ പേര് സമുദ്രത്തിൽ കിടപ്പുണ്ട്. ലോകാരംഭം തൊട്ട്, ആദത്തിന്റെ കാലം തൊട്ട്, മനുഷ്യന്മാരുണ്ടായ കാലം തൊട്ട് യേശുക്രിസ്തു 2-ാം വരവ് വരെ ഭൂമിയിൽ മരിച്ചിട്ടുള്ള സകല മർത്യരെയും ഭൂമിയും പാതാളവും ആകാശവും സമുദ്രവും വിട്ടുകൊടുക്കും. വെളിപാട് 20:13 പഠിപ്പിക്കുന്നത് എങ്ങനെയാണ്? തന്നിലുണ്ടായിരുന്നവരെ സമുദ്രം വിട്ടുകൊടുത്തു, മരണവും പാതാളവും തങ്ങളിലുണ്ടായിരുന്നവരെ വിട്ടുകൊടുത്തു. അവരെല്ലാവരും താങ്കളുടെ പ്രവൃത്തികൾക്കനുസൃതം വിധിക്കപ്പെട്ടു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഈ ഭൂമിയിൽ ആദം തൊട്ട് യേശുവിൻ 2-ാം വരവ് വരെ മരിച്ചിട്ടുള്ള സകല മർത്യർക്കും ശരീരങ്ങളുടെ ഉയർപ്പുണ്ട്. ക്രിസ്ത്യാനികൾക്ക് മാത്രമാണോ ഇതുള്ളത്? വിശ്വസിക്കുന്നവർക്ക് മാത്രമാണോ ഈ ഉയർപ്പുള്ളത്? വിശ്വസിച്ചാലും വിശ്വസിച്ചില്ലെങ്കിലും ഇത് 2-ാം വരവിൽ സംഭവിക്കും. ക്രിസ്ത്യാനിയാണെങ്കിലും ക്രിസ്ത്യാനി അല്ലെങ്കിലും, വിശ്വാസമുള്ളവനാണെങ്കിൽ വിശ്വാസമുള്ളവനല്ലെങ്കിലും, പുണ്യവാനാണെങ്കിലും പാപിയാണെങ്കിലും, ദുഷ്ടനാണെങ്കിലും ശിഷ്ടനാണെങ്കിലും, കുട്ടിയാണെങ്കിലും പ്രായമുള്ളവനാണെങ്കിലും, മാമൂസ മുങ്ങിയാലും മുങ്ങിയില്ലെങ്കിലും, നീ അംഗീകരിച്ചാൽ അംഗീകരിച്ചില്ലെങ്കിലും ഇത് സംഭവിച്ചിരിക്കും. കാരണം ജീവിക്കുന്ന ദൈവം പറഞ്ഞിട്ടുള്ള വാക്കാണ്, ഇതിന് വ്യത്യാസം വരികയില്ല. പ്രൈസ് ദി ലോർഡ്. ഈ ഒരു വചനം നിങ്ങളുടെ കാതുകളിൽ കേൾക്കാൻ കർത്താവ് ഒരുക്കിയ മണിക്കൂർ എത്രയോ ഭാഗ്യപ്പെട്ട മണിക്കൂർ. നിങ്ങൾക്ക് ചിന്തിക്കാനും ഒരുങ്ങാനും കർത്താവ് അവസരം തന്നിരിക്കുകയാണ്. ഹല്ലേലൂയ. മരിക്കുന്നതിന് മുമ്പ് ഞാനും നിങ്ങളിത് കേൾക്കണം. അവനവൻ്റെ ആത്മാവിൻ്റെ ശരീരത്തിൻ്റെ സ്ഥിതിയെക്കുറിച്ച് അവനവൻ ജീവിച്ചിരിക്കുന്ന കാലത്ത് നന്നായിട്ട് ചിന്തിക്കണം. ഇത് നമുക്ക് തമാശ കളിക്കാൻ വേണ്ടി, സൊള്ളി അടിക്കാൻ വേണ്ടി തന്നിട്ടുള്ളതല്ല ഈ ജീവിതം. ഈ ശരീരവും ഈ ആത്മാവും രണ്ടും നമ്മൾ വിശുദ്ധമായി സൂക്ഷിച്ച് ഇത് രണ്ടും സ്വർഗത്തിൽ എത്തിച്ചേരാൻ വേണ്ടി ദൈവം നമുക്കായി തന്നിട്ടുള്ള 2 ശ്രേഷ്ഠ ദാനങ്ങളാണ്. ഉറക്കെ പറയാം ഹല്ലേലൂയ.